ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ 17ാമത്തെ ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ദ വാല്യൂ ഓഫ് സീക്ക് സ്ക്വയർ 2 മൈനസ് ടാൻ സ്ക്വയർ 2. അതൊന്നുമില്ല, നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ എക്സിന് പകരം 2 ആണെന്നേ ഉള്ളൂ. സീക്ക് സ്ക്വയർ 2 മൈനസ് ടാൻ സ്ക്വയർ 2 ആൻസർ എന്താണ്? 1 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആൻസർ എന്താണ്? 1 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ സീക്ക് എക്സ്? സീക്ക് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈൻ, നമ്മൾ ട്രിഗണോമെട്രിക് 6 ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സൈന്, കോസ്, ടാന്, അതേപോലെ സീക്ക്, കൊസീക്ക്, കോട്ട്. ഇതിൻ്റെ മൂന്നിൻ്റെ ഡൊമൈനും റേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, എങ്ങനെ മനസ്സിലാക്കാം? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എക്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്തൊക്കെ നമ്പറുകൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനാണ് എന്ത് പറയാം? ഡൊമൈൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ സീക്ക് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 cos x അല്ലേ? cos എക്സിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? സീക്ക് എക്സ്. സോ 1 cos x നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. ഏത് നമ്പറും കൊടുക്കാം, പക്ഷേ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. ഡിനോമിനേറ്ററിൽ എപ്പോഴും 0 വരിക. ഡിനോമിനേറ്റർ എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് എപ്പോഴാണ് 0 വരിക? ആ പോയിൻ്റൊക്കെ നമ്മൾ ഒഴിവാക്കണം. കോസ് എക്സ് എപ്പോഴാണ് 0 വരിക? നമുക്കറിയണൊരു വാല്യൂ എന്താ? കോസ് π/2 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? 0 ആണ്. സോ π/2 അതിൻ്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ കോസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസും നമ്മൾ കൊടുക്കാൻ പാടില്ല. ബാക്കി ഏത് വാല്യൂസും കൊടുക്കാം. അപ്പോൾ അതിന് പറ്റിയ ഓപ്ഷൻ ഏതാ നമ്മളതിൽ? യെസ്, ഓപ്ഷൻ എ. റിയൽ നമ്പറിൽ നിന്ന് എന്തിനു ഒഴിവാക്കണം? π/2 വരുന്ന ടേമുകളെ ഒഴിവാക്കണം. π/2 വരുന്ന ടേമുകളെ ഒഴിവാക്കണം. അതാണ് r മൈനസ് സെറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സോ ഓപ്ഷൻ എ. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഫോളോയിങ്. നമുക്ക് 2 തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. സോ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച കുറേ ഐഡൻറ്റിറ്റീസ് അല്ല, ട്രിഗണോമെട്രിയിൽ കാര്യമായിട്ട് പഠിക്കാനുള്ള എന്താ? ഐഡൻറ്റിറ്റീസാണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റീസ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡൻറ്റിറ്റി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കിക്കോ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചോടെ ടാൻ 3x ഉണ്ട്, 2x ഉണ്ട്, എക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടാൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഇനി ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മുകളിൽ മൈനസ് വരും, താഴെ പ്ലസ് വരും. മുകളിൽ എപ്പോഴും സെയിം സൈന് വരും, താഴെ അതിൻ്റെ ഓപ്പോസിറ്റ് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3x ഉണ്ട്, 2x ഉണ്ട്, എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഏറ്റവും വലുതെടുക്കാം. വലുതെന്ന് പറഞ്ഞാൽ ഏതാ? ടാൻ 3x എടുത്തു. ഏതെടുക്കേണ്ടത്? ടാൻ 3x എടുക്കാം. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൽ 2x വരണം, എക്സ് വരണം. ദെയർഫോർ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ടാൻ 3x എന്നുള്ളതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 3x നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ടാൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റുമല്ലോ? പറ്റൂലേ? 2x പ്ലസ് എക്സ് പറഞ്ഞാൽ എന്താ? 3x ആണ്. അപ്പോൾ ടാൻ 3x ഈക്വൽ ടു ടാൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ, ഈ റൈറ്റ് സൈഡിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ടാൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതാണ് ഐഡൻറ്റിറ്റി അല്ലേ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇവിടെ എക്സ് പറഞ്ഞാൽ എന്താ? ടാൻ 2x പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എഴുതാം ടാൻ 2x പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 2x ഇൻറ്റു ടാൻ എക്സ്. ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും വരും? ടാൻ 3x അവിടെ ഉണ്ട്, അത് അതേപോലെ എഴുതും. ഇനി നമുക്ക് ഇക്വേഷനിൽ ഒരു സ്ട്രൈറ്റ് ആയിട്ടാണ് അല്ലേ? ഡിവൈഡ് ബൈ ഒന്നുമില്ല. സോ അപ്പോൾ ഇവിടെ ബൈ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ബൈ എന്നുള്ളതിന് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ ആ ബൈ എന്നുള്ളത് എന്താവും? ഇൻറ്റു ആവും. നമ്മൾ ഇക്വേഷൻ ഇതാവും ടാൻ 3x ഇൻറ്റു അവിടെ നിന്ന് കൊണ്ടുവരുന്നത് എന്താ? 1 മൈനസ് ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ആണല്ലോ? ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ ടാൻ 2x പ്ലസ് ടാൻ എക്സ്. ഇനിയൊന്നും ചെയ്യാനില്ല. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിക്കോ എങ്ങനെ ചെയ്യുക? പുറത്തുള്ള ടാൻ 3x കൊണ്ട് ഉള്ളിലുള്ള 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ടാൻ 3x ഇൻറ്റു 1 ആദ്യം ചെയ്യാം. ആൻസർ എന്ത് കിട്ടും? ടാൻ 3x എന്ന് കിട്ടും. മൈനസ് ഇനി ടാൻ 3xന് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ടേമാണ് അല്ലേ? ടാൻ 2x വേറെ, ടാൻ എക്സ് വേറെ അല്ല. ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമാണ്. അപ്പോൾ ടാൻ 3xന് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? ടാൻ 3x
ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് എന്ന് കിട്ടും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ആയി ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്, ടാൻ 2x പ്ലസ് ടാൻ എക്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ റീഅറേഞ്ച്, നമ്മൾ ആൻസർക്ക് എത്തി കണ്ടോ, ടാൻ 3x ടാൻ 2x ടാൻ എക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ ഇവിടെ മൈനസിൻ്റെ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റും, ഇവിടെയുള്ള ടേമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലോട്ടും മാറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ടാൻ 3x ആദ്യം എഴുതാം, ടാൻ 3x അവിടെ എഴുതി. ഇനി അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഏതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്, ടാൻ 2x അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാണ്, ടാൻ എക്സും അവിടെ നിന്ന് മാറ്റുക. അപ്പോൾ അവിടെ രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താവും, മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു, ഇനി ഈ ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. റൈറ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ മൈനസ് ഉള്ളത് എന്താവും, അങ്ങോട്ട് മാറ്റുമ്പോൾ അത് പ്ലസ് ആവും. പ്ലസ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ്. ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ. സോ നമ്മൾ ഫൈനലി ഫൈൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ആകെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ടാൻ 3xനെ ടാൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. ദെൻ അവിടെ ടാൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഐഡൻറ്റിറ്റി കൊടുക്കാം. ദെൻ അതിനെ ബൈ എന്നുള്ളതിനെ റീഅറേഞ്ച് ചെയ്യാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ പ്ലസ് ഉള്ളതും മൈനസ് ഉള്ളതും അങ്ങോട്ട് രണ്ട് ഭാഗത്തോട്ട് മാറ്റാം. ഈ സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, കോസ് 5x മൈനസ് കോസ് 7x അല്ലേ, കോസ് 5x മൈനസ് കോസ് 7x. ബി ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് 5x മൈനസ് കോസ് 7x ഡിവൈഡഡ് ബൈ 2 സൈൻ 6x ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒറ്റ ഐഡൻറ്റിറ്റി നമുക്കറിയണം, കോസ് എക്സ് മൈനസ് കോസ് വൈ. അതേപോലെ കോസ് എക്സ് പ്ലസ് കോസ് വൈ ഉണ്ട്, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഉണ്ട്, സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഉണ്ട്. അപ്പോൾ കോസ് മൈനസ് കോസ് എന്ന് വന്നാൽ എന്താ ആൻസർ വരിക, -2 സൈൻ വരും. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ത് വരും, ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്ന രണ്ട് ആംഗിൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് വരും. രണ്ടാമത്തെ സൈൻ്റെ ആംഗിൾ എന്ത് വരും, തന്നിരിക്കുന്ന രണ്ട് ആംഗിൾ മൈനസ് ചെയ്യാം ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇതേപോലെ 4 ഐഡൻറ്റിറ്റി ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, കോസ് മൈനസ് കോസ് എന്നാണ്. കോസ് മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -2 സൈൻ എന്ന് എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ ആംഗിൾ എങ്ങനെ എഴുതുക, ഫസ്റ്റ് സൈൻ്റെ ആംഗിൾ തന്നിരിക്കുന്ന രണ്ട് ആംഗിളും ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും, 5x പ്ലസ് 7x ഡിവൈഡഡ് ബൈ 2. രണ്ടാമത്തെ സൈൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന രണ്ട് ആംഗിളും മൈനസ് ചെയ്യാം. ഈ ആംഗിളും പ്ലസ് ചെയ്ത ആംഗിൾ മൈനസ് ചെയ്യാം ഡിവൈഡഡ് ബൈ 2. സോ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, ഒന്നും മാറ്റല്ലാതെ അതേപോലെ എഴുതിയാൽ മതി. ആൻസർ എന്ത് വരും, 2 സൈൻ 6x എന്ന് വരും. ഇവിടെ രണ്ടിടത്തും മുകളിലും 2 ഉണ്ട്, താഴെയും 2 ഉണ്ട്. രണ്ടും എന്തായി പോവും, ക്യാൻസലായി പോവും. ഈക്വൽ ടു, ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഈ 5x പ്ലസ് 7x എന്ന് പറഞ്ഞ ആൻസർ എന്താണ്, 12x. 12x ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 6x. സോ സൈൻ 6x ഇൻറ്റു സൈൻ, ഇതിൻ്റെ ആൻസർ എന്ത് വരും, 5x മൈനസ് 7x എന്ന് പറഞ്ഞാൽ -2x വരും. സോ -2 -2 പോവും. സോ ആൻസർ എന്ത് വരും, -x വരും, -x വരും ഡിവൈഡഡ് ബൈ സൈൻ 6x. സോ ഇതിൽ നമ്മളിവിടെ ഒരു നെഗറ്റീവും കൂടി ഉണ്ട്, ആ നെഗറ്റീവ് ഇടാൻ മറന്നു, ആ നെഗറ്റീവും കൂടി വിടണം. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക എന്തൊക്കെ വരും, സൈൻ 6xും സൈൻ 6xും ക്യാൻസലാവും. സോ ബാക്കി ആൻസർ എന്താ, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് നമ്മളോട് കൊടുത്തു മൈനസ്. ഇനി സൈൻ -x എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ഓഫ് -x എന്ന് പറഞ്ഞ ആൻസർ ശരിക്കും എന്താ, മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ -x എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ ഇല്ല, താഴത്തൊക്കെ ക്യാൻസലായി പോയി. ഇനി ഇവിടെ എന്താവും, ഈ മൈനസും എന്താവും, പ്ലസ് ആവും. സോ ആൻസർ എന്താ വരിക, സൈൻ എക്സ്. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. സോ ട്രിഗണോമെട്രി ആണ്, ഐഡൻറ്റിറ്റീസ് കുറിച്ച് പഠിക്കാനുണ്ട്, പക്ഷെ ചെയ്യാൻ എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
സിമ്പിളായിട്ട് കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ടുകളൊന്ന് പഠിക്കുക. ഈ റിസൾട്ട് മാത്രമല്ല, ഇതേപോലെ sin x+y, sin x-y, cos x+y, cos x-y, ഈ 4 ഐഡൻറ്റിറ്റി ഈ റിസൾട്ട് പഠിച്ചാൽ ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.